കുറച്ച് ഓയിൽ ചേർത്തിട്ട് നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പോളൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു പോള നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. മുട്ട വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് ചിക്കൻ കുക്കായിക്കോളും. ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്കൊരു ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതി, അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു 2 ടീസ്പൂൺ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കെച്ചപ്പിന് പകരം ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ തീ ഒന്ന് നല്ലതുപോലെ കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. ഒരു 5 മുട്ട നമുക്കിതിനായിട്ട് എടുക്കാം. 5 വലിയ സൈസുള്ള മുട്ടയാണ്. ചെറിയ സൈസുള്ള മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഫില്ലിങ്ങിന് കറക്റ്റ് അളവാണ് ഈ ഒരു 5 മുട്ട. അപ്പോൾ ഇത്രയും മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോളൊക്കെ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും ഇതിൽ കുറച്ച് വിനീഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർത്ത് കൊടുക്കണം. അതെന്തായാലും ഒഴിവാക്കരുത്. അപ്പം എൻ്റെ കയ്യിൽ വിനീഗർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 5 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗറാ ചേർക്കുന്നുണ്ടെങ്കിലും ഒരു 2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഒരു 1/4 കപ്പ് പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അത്രയും മതി, ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഒരു 1/2 കപ്പ് മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഈ ബാറ്റർ നമുക്ക് 2 ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്സ് പറഞ്ഞു തരുന്നത്. അതായത് 2 ബൗളിൽ ഒരുപോലെ ഹാഫായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പോള ഒരേ ലെവലുണ്ടാവും. കറക്റ്റ് മിഡിലായിട്ട് തന്നെ പോളയുടെ ആ ഒരു ഫില്ലിങ്ങും കിട്ടും. ഇനി എക്സ്പേർട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗീ ചൂടാകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു ബൗളിലുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് ഫുള്ളായിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു സൈഡിൽ കുറച്ച് അധികം ഫില്ലിങ്ങും ഒരു സൈഡ് കുറഞ്ഞും പോകും. അപ്പോൾ എല്ലാ സൈഡിലും ഈക്വലായിട്ട് എത്തണം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഒരുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബൗളിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിന് മുമ്പ് ഞാൻ കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ സ്പ്രെഡബിൾ ചീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചീസ് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാറ്റർ ഒഴിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒഴിച്ചിട്ട് മിഡിലേക്ക് വരണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബൗളിൽ ഫില്ലിങ് കറക്റ്റായിട്ട് മുകൾ ഭാഗം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം പൊങ്ങിക്കിടക്കുന്ന കുറച്ച് ഫില്ലിങ്ങൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള ഓടോ അല്ലെങ്കിൽ ഒരു പാനോ ഒന്ന് ചൂടാക്കിയിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.
അതായത് മുകൾ ഭാഗം ആറുന്നതിന് മുന്നേ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഒന്ന് മല്ലിയിലയോ തക്കാളിയോ ഒക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക, ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓക്കെ. ഇനി നമുക്കൊരു ഫ്രൈ പാനിൽ കുറച്ച് ഗീ ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മുരിച്ചെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മുരിച്ചെടുത്താൽ മതി. നമ്മുടെ പോള നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ അടുപ്പും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു 25 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കുത്തി നോക്കുക. അപ്പോൾ ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ വെക്കുക. ഇപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക. പിന്നെ മുട്ടൻ്റെ ആ ടേസ്റ്റൊന്നും ഒട്ടും ഇല്ല ഇതിന്, കാരണം നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്തുകൊണ്ട് തന്നെ അതൊന്നും അറിയുന്നേ ഇല്ല. ഓയിൽ കുറച്ച് ചേർത്തുകൊണ്ട് ഇത് സോഫ്റ്റ് ആവില്ല എന്നില്ല, അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. നല്ല സോഫ്റ്റാണ്, നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് മാത്രമല്ല, ഈ ഡിന്നറിനോ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള ഒരു നല്ലൊരു പോള തന്നെയാണ്. ഒരു 2 പീസൊക്കെ കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളായിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.